ഹലോ ഗായ്സ്, ഉമ്മൂസ് റജു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഹലോ ഗൈസ്, ഇന്ന് ഞാൻ സ്കാലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡിൽ ഇങ്ങനെ ഒരു ഇത്രതാ ഈ ഒരു അളവിന് വെച്ചിട്ട് ഞാനിങ്ങനെ സ്കാലപ്പിൻ്റെ കർവ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തൊരു പീസാണിത്. അത് നമ്മളിങ്ങനെ ക്യാൻവാസ് ഇല്ലേ, ഇത് ക്യാൻവാസ് കട്ട് ചെയ്താണ് കേട്ടോ. ഇതൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നി ഇങ്ങനെ വീഡിയോ ഇടാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ പേന വെച്ച് ഇങ്ങനെ ക്യാൻവാസിൻ്റെ പശ ഉള്ള ഭാഗം ഇതാണ്. പശ ഇല്ലാത്ത ഭാഗത്താണ് നമ്മൾ ഇത് വെച്ച് ഇങ്ങനെ വരയ്ക്കേണ്ടത്. ഇങ്ങനെ വരച്ച് മാർക്ക് ചെയ്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, സ്കാലപ്പ് ചെയ്യുന്ന ഷോളിലോ സാരിയിലോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇതേപോലെ ഇങ്ങനെ അയൺ ചെയ്ത് പിടിപ്പിക്കണം. അത് നമ്മൾ നെക്കിനൊക്കെ ചെയ്യുന്ന ക്യാൻവാസിൽ അതിങ്ങനെ അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ട് ഈ ഭാഗത്തിൽ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്കാലപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഭാഗത്ത് കൂടെയും ചെയ്യാം. ഈ ഭാഗത്തൂടെ ചെയ്യുമ്പോൾ ഈ മാർക്ക് നമുക്ക് തെളിഞ്ഞ് കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ തന്നെ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഈ ഭാഗത്ത് കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. പല ടൈമിക്ക് ഇങ്ങനെ തോന്നുന്നു ആദ്യം അത് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ എൻഡിൽ നമ്മൾ അതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതിൻ്റെ ഈ കോർണർ ഭാഗം കേട്ടോ. പിന്നെ നമ്മൾ മെഷീനിലേക്ക് ഇതാ നൂല് ചുറ്റുമ്പോൾ നൂല് നമ്മൾ ഏത് ത്രെഡാണ് നമുക്ക് വേണ്ടത് അത് യൂസ് ചെയ്യുക. ഏത് ത്രെഡിലും ചെയ്യാം. നൈലോൺ ത്രെഡ്, പിന്നെ ഇതേമാതിരി സ്കാലപ്പിൻ്റെ ത്രെഡില്ലേ, മെറ്റൽ ത്രെഡുകൾ അതിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എടുത്തത് എംബ്രോയിഡറി ത്രെഡാണ് കേട്ടോ. എംബ്രോയിഡറി സിൽക്ക് ത്രെഡിലാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതിലെ നൂലിട്ട് ഇതൊക്കെ എല്ലാവർക്കും സാധാരണ നമ്മൾ ഈ മെഷീൻ യൂസ് ചെയ്യുന്ന നൂലിൻ്റെ മാതിരി ഇതിൻ്റെ ഫൂട്ട് ഈ ഫൂട്ടായിരിക്കണം. നമ്മുടെ ചിലർ മറ്റേ ഫൂട്ട് ഉപയോഗിക്കലില്ല, പീക്കോ ചെയ്യുന്ന ഫൂട്ട് ഉപയോഗിക്കില്ല. ആ ഫൂട്ട് മാറ്റിയിട്ട് ഇതിടണം. പിന്നെ ഇതിൻ്റെ നമ്പർ ഇതാ, ഈ നമ്പർ ഇവിടെ ഇതായിരിക്കണം. 2ലാണ് ഞാൻ ചെയ്യുന്നത്, 0 ഇട്ട് ചെയ്യാൻ. 2ലാണ് എനിക്ക് പെർഫെക്ഷൻ തോന്നിയത്. ഇനി ഇവിടെ നമ്മൾ CN കൊടുക്കുന്നത്, നമ്മൾ പീക്കോ ചെയ്യുമ്പോൾ ഇടുന്ന അത് തന്നെ. ഇവിടെ നമ്മൾ 0.0 കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗമല്ലേ, അതിലാണ് ഇത് കൊടുക്കുന്നത്. ഇത്രയും മെഷീനിൻ്റെ സെറ്റപ്പ് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നത് ഇങ്ങനെയാണ്. കാണിച്ചത് അപ്പോൾ കണ്ടല്ലോ, ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. ഇങ്ങനെയാണ് ചെയ്താൽ ഉണ്ടാവുക കേട്ടോ. സ്കാലപ്പ് ചെയ്താൽ അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഷോൾഡർ കൊണ്ട് ചൂടാക്കി എടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ കത്രിക നല്ല സൂക്ഷിക്കണം. കത്രികയായിട്ട് ചെയ്യുമ്പോൾ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം. ഇല്ലെങ്കിൽ പാളിപ്പോയാൽ മൊത്തം പോയിട്ടോ, പിന്നെ ഒന്നിനും പറ്റൂല, വേസ്റ്റായി പോകും. സോ നല്ല ശ്രദ്ധിച്ച് ചെയ്യാം. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗം നമ്മൾ കണ്ടില്ലേ, ഈ ഭാഗമൊക്കെ ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ച് കൊടുത്ത് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. നമ്മൾ ക്യാൻവാസ് മൊത്തം കട്ട് ചെയ്തെടുത്തു. ഈ ഭാഗം ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ഈ പശയുള്ള ഭാഗമൊക്കെ ഇങ്ങനെ പൊളിച്ച് ഇതിൽ നിന്ന് പശയൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കണം. ഇങ്ങനെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഭാഗമൊക്കെ നമ്മളിങ്ങനെ ചെയ്യണം. ഇതേപോലെ വിരൽ ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കട്ട് ചെയ്തെടുക്കുക. കണ്ട് ജസ്റ്റ് തുണിയിൽ ഇവിടെ തുണിയുണ്ട്, തുണി കട്ടാവാതെ നോക്കി ചെയ്തെടുക്കണം. ഓക്കെ, ഈ അടിയിലെ തുണി ഇതിൽ കുടുങ്ങി പോകരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ സ്കാലപ്പ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇത് പിന്നെ നാട്ടിലെ ഒരു കസ്റ്റമർക്ക് വേണ്ടിയുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ടെസൽസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ടെസൽസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ എല്ലാവരും. ഞാൻ ടെസൽസൊക്കെ അതിലേക്ക് അറ്റാച്ച് ചെയ്യാണ് കേട്ടോ ഷോളിലേക്ക്. ഫൈനൽ ലുക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഫൈനലി ഞാൻ സ്കാലപ്പ് ചെയ്ത ഷോളിൻ്റെ 2 സൈഡിൽ വീതി കുറഞ്ഞ 2 സൈഡ് ഉണ്ടാവില്ല, അവിടെ ഞാൻ ഈ ടെസൽസ് എല്ലാം തുന്നി പിടിപ്പിക്കുകയാണ് കേട്ടോ. ആദ്യം ടെസൽസ് ഉണ്ടാക്കിയെടുത്തു, എന്നിട്ട് സ്കാലപ്പ് ചെയ്ത് അതേ നൂല് കൊണ്ട് തന്നെ ആയിട്ട് സിൽക്ക് ത്രെഡ് കൊണ്ട് തന്നെയാണ് ടെസൽസ് ചെയ്തത്. അത് അതിലേക്ക് തുന്നി പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത്. കണ്ടു നോക്കി ഫൈനൽ ലുക്ക് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.